ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് 3 സിമ്പിൾ ഡെക്കറേഷൻ ഐഡിയാസ് ആയിട്ടാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഗിൽറ്റ് പേപ്പേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ചാർട്ട് പേപ്പർ യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഗിൽറ്റ് പേപ്പേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ ആ 3 സിമ്പിൾ ഐഡിയാസിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും കളർ ഗിൽറ്റ് പേപ്പേഴ്സാണ്. ഒരു പാക്കറ്റ് വാങ്ങിയപ്പോൾ ഇത്രയും കളേഴ്സ് അതിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്ത് അതിനെ സ്ക്വയർ ഫോമിൽ കട്ട് ചെയ്യാം. അതിനുശേഷം അതിങ്ങനെ ഓരോ സ്ക്വയേഴ്സും കോൺ രീതിയിൽ കട്ട് ചെയ്ത് 2 പീസാക്കുക. നല്ല കളർ കോമ്പിനേഷൻസ് നോക്കിയെടുക്കാൻ നോക്കുക കേട്ടോ. ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇനി ജോയിൻ ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് കളേഴ്സും ഇപ്പോൾ കാണിക്കുന്നത് പോലെ സൈഡ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഒട്ടിച്ച് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 എൻഡ് ഭാഗം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇനി അതിൻ്റെ ആ മിഡിൽ പോർഷനില്ലേ, ആ മിഡിലിൽ ഒരു കാണുന്ന ആ സ്പേസ് കൂടി നമുക്കൊന്ന് കവർ ചെയ്യണം. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ അതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡൻ കളറിൻ്റെ 6 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 15 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുള്ള 6 പേപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അത് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഒട്ടിക്കുക. ഇതിങ്ങനെ ഓരോ പീസുകളും ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ 6 പീസുകളും കൂടി ഒന്ന് ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ വേണം ജോയിൻ ചെയ്യാൻ കേട്ടോ. ഇത് ഏകദേശം ഒരു സ്നോ ഫ്ലേക്സിൻ്റെ ഒക്കെ മോഡൽ വരും കേട്ടോ. പല മോഡലുകളുണ്ട്, അതിൽ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരെണ്ണം കാണിക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ആ ഒരു താഴ്ഭാഗം വെച്ചിട്ട് വേണം, നമുക്ക് റൗണ്ട് ഷേപ്പിലല്ലേ വരണ്ടേ, അപ്പോൾ അതിങ്ങനെ താഴ്ഭാഗം വെച്ചിട്ട് ഓരോ പീസുകളും ഒട്ടിക്കുക. അങ്ങനെ ഓരോ പീസുകളും ഇവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം നമുക്കിനി ചെറിയ 6 പീസ് കൂടി പേപ്പേഴ്സ് കൂടി എടുക്കണം. ഇത് ഞാൻ 10 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം. അതും ആ പീസുകളും ഇതുപോലെ മടക്കുക. എന്നിട്ട് ഓരോന്നും അവിടെ ഒട്ടിച്ച് വയ്ക്കുക. അങ്ങനെ ഞാൻ ആ 6 ചെറിയ പീസും കൂടി എൻ്റെ മുകളിൽ ഒട്ടിച്ചു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഒരു 3 പേപ്പേഴ്സ് കൂടി 3 ഗിൽറ്റ് പേപ്പർ കൂടി എടുത്തിട്ടുണ്ട്, 3 പീസുകൾ. അത് നമുക്കത് അവിടെ നിന്ന് കണക്ട് ചെയ്യേണ്ട രീതിയിൽ നീളത്തിലെടുത്താൽ മതി. അതുകൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്നോ ഫ്ലേക്സിൻ്റെ മോഡൽ റെഡിയായി. ഇവിടെ ഇപ്പോൾ കുറച്ച് പാർട്സുകൾ തള്ളി നിൽക്കുന്നുണ്ട്, നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് അതൊന്ന് കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ ഇത് നമ്മുടെ സ്നോ ഫ്ലേക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു കളർ കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പല കളറിൽ പല ഫോമിൽ ഇതുണ്ടാക്കാവുന്നതാണ്. ഇതെന്തായാലും വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ മൂന്നാമത്തേത് വളരെ സിമ്പിളാണ് കേട്ടോ, ഒന്നും നോക്കാനില്ല. ഞാനിവിടെ ആ ഒരു ഷീറ്റ് ജസ്റ്റ് ഒന്ന് 6 സെൻറ്റിമീറ്റർ കുറച്ചൊരു കറക്റ്റ് അളവിൽ ഒന്ന് കട്ട് ചെയ്തു. ഇതിപ്പോൾ 6 സെൻറ്റിമീറ്റർ വീതി എടുത്തേക്കുന്നത്. ആ ഒരു ഫുൾ ഷീറ്റ് നീളം എത്ര തൊട്ടോ അത്രത്തോളം നമുക്ക് ഈ ഒരു ഫ്ലവർ മോഡലിൻ്റെ ഇതളുകൾ പോലെ വരും. അപ്പോൾ നീളമുള്ളത് നല്ലതാണ്. ഞാനത് ഫുൾ ലെങ്ത് എടുത്തു. ഒരു ചെറിയ പീസ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്യണം, നീളത്തിൽ മടക്കിയെടുക്കണം. കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് മടക്കാൻ ലേശം പാടുണ്ടായിരുന്നു. ചിലപ്പം സൂക്ഷിച്ച് മടക്കാം കേട്ടോ, അതല്ലെങ്കിൽ ചിലപ്പം നമുക്ക് അതിൻ്റെ പാടുകളൊക്കെ അവിടെ വരും നല്ല ഭാഗത്ത്. അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് സൂക്ഷിച്ച് മടക്കുക, ഒത്തിരി പ്രസ് ചെയ്യാതെ. മടക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക, ചെരിച്ച് കട്ട് ചെയ്യുക. ഫുള്ള് കട്ട് ചെയ്യരുത്, ഒരു 3/4 ഭാഗം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ, അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. അപ്പം ഞാൻ 2 അറ്റം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുത്തു. ആ ഒരു എൻഡ് പോർഷൻ മാത്രം മതിയേ, ആ ഒരു സൈഡ് മാത്രം കണക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് ആ ലാസ്റ്റ് വരുന്ന അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഒരെണ്ണം കൂടി പെട്ടെന്ന് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ബോർഡർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ ഞാൻ സിൽവറിനും അതേപോലെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.